ചിമ്മാനം അതിലം വിളിക്കൂട് കൂടണയാൻ കൂടി വരാൻ ഒരു ചന്ദനപ്രാവ് വരവായി ഒരു പൂക്കാലം നിറയുന്നു ഈ മിഴിയോരം വരൂ സുധാമയേ അമ്മാനം ചിമ്മാനം അതിലം വിളിക്കൂട് കൂടണയാൻ കൂടി വരാൻ ഒരു ചന്ദനപ്രാവ്. നമസ്കാരം. ഗാനം ഗാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഗിരീഷാണ്. വെൽക്കം ഗിരീഷ്. താങ്ക് യു. ഗിരീഷ് ട്രിവാൻഡ്രം ആണോ? ട്രിവാൻഡ്രം. പ്രോപ്പർ ട്രിവാൻഡ്രം തന്നെ. ഗിരീഷ് എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു മ്യൂസിഷ്യനാണ്. ഒരു 3 decades ആയി. അങ്ങനെ മ്യൂസിക് തന്നെയാണ് പ്രൊഫഷൻ. പിന്നെ കുറച്ച് ആർട്ട് ചെയ്യാറുണ്ട്, പോർട്രേറ്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. എൻ്റെ മോളും മ്യൂസിഷ്യനാണ്. അപ്പോൾ ഗിരീഷിന് ഇഷ്ടമുള്ള ഒരു പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. All of these nights, all of these crazy all night, we're gonna find our pretty mama. All in lights, full moon is calling, a fever is high, and the wicked wind, the whisper is moon. You got a demon, you got desire, I'm gonna fever my own. ഇത്രയുള്ളൂ? It's all part of the ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് മ്യൂസിക്കിലേക്ക് ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ആക്ച്വലി ബേസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ നമ്മൾ ഫാമിലിക്കകത്ത് എല്ലാവരും കുഞ്ഞിലെ റെക്കോർഡ് പ്ലെയറും ആ ടൈമിൽ ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ കേൾക്കുന്നതും ഒക്കെ ഇംഗ്ലീഷ് മ്യൂസിക്കാണ്. പഴയ കാർപ്പൻറ്റേഴ്സ്, ഇവഞ്ചേഴ്സ്, ഷാഡോസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോണി അബ്ബ, വെസ്റ്റേൺ ആണ്. പിന്നെ ഓൾഡ് ക്ലാസിക്സ്, ഹിന്ദി, ഓൾഡ് മലയാളം കാസറ്റ് പ്ലെയർ നമുക്ക് കേൾക്കുന്നത്. ഇപ്പം ഞാൻ ആക്ച്വലി കോളം ലീലാബായ് കോളം റാവിസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ താജ് ഗ്രീൻഗോ കോളം, പിന്നെ ഓബേറ്റാമര ഉണ്ട്. പിന്നെ ഇവിടെ ബേക്കേഴ്സ് ആഴ്ച ഇവിടെ കുറവോണത്ത് ട്രിവാൻഡ്രം. പേരൂർക്കട. വീട്ടിൽ ആരൊക്കെയാണ്? ഞാൻ, വൈഫ്, മോള്. പിന്നെ ഞങ്ങൾക്കൊരു പെറ്റ് ഡോഗ് ഉണ്ട്, ഒരു ലാബ്രഡോറാണ്. പേര് ബോൾട്ട്. ബോൾട്ടിനും മ്യൂസിക് കുഴപ്പമില്ല, അവര് എൻജോയ് ചെയ്യുന്നു. പിന്നെ വൈഫ് ക്രിസ്ത്യനാണ്. പ്രയർ ടൈമിൽ അപ്പം അവനും അടുത്ത് വന്ന് കിടക്കാറുണ്ട്, മിണ്ടാതെ കിടക്കും. അപ്പോൾ വീട്ടിൽ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെ പുള്ളി എൻജോയ് ചെയ്യാറുണ്ടോ? അവൻ കുഴപ്പമൊന്നുമില്ല, ബലം ഉണ്ടാക്കത്തില്ല, മര്യാദയ്ക്ക് അടുത്ത് തന്നെ കിടക്കും. അപ്പോൾ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്? സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഇപ്പം ഞങ്ങൾ വെഡ്ഡിങ്സും ബർത്ത്ഡേസ് ഒക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ ഷോസ് ആക്ച്വലി ഇപ്പം നമുക്കൊരു ഈ ലാസ്റ്റ് മന്ത് ഒരെണ്ണമുണ്ടായിരുന്നു. ഞങ്ങളൊരു സീനിയർ മ്യൂസിഷ്യൻ്റെ 50th years ഓഫ് മ്യൂസിക്. പുള്ളി 50 years ആയി. അപ്പം അതിന് ഞങ്ങൾ എല്ലാം കൂടെ ഒരു 56 മ്യൂസിഷ്യൻസെല്ലാം കൂടെ ചേർന്ന് ഷോ ചെയ്തു. ഞങ്ങളിവിടെ ട്രിവാൻഡ്രം ക്ലബിലായിരുന്നു, ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവിടെ പാടിയായിരുന്നു? ഞാനും 2 songs, എൻ്റെ മോള് റിയ 2 songs. എല്ലാ മ്യൂസിഷ്യൻസും സിംഗേഴ്സ് ഒരു 24 ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ്. ബാക്കിയെല്ലാം ഗിറ്റാറിസ്റ്റുകളും ഡ്രമ്മേഴ്സും കീബോർഡിസ്റ്റുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഫേവറേറ്റ് സിംഗർ ആരായിരുന്നു? സിംഗറായിട്ട് പറയാക്കത്തില്ല, തൗസൻഡ്സ് ഓഫ് സിംഗേഴ്സ് അതെ മ്യൂസിഷ്യൻസ്. അതിനകത്ത് ഇപ്പോൾ പറയാം, ജെഫ് ടേറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂൻ സ്ട്രൈക്സ് എന്ന ബാൻഡുണ്ട്. പിന്നെ പിങ്ക് ഫ്ലോയിഡിൽ ഡേവിഡ് ഗിൽമറുണ്ട്. പിന്നെ ഈഗിൾസിൽ ഞാൻ ഇപ്പോൾ പാടിയ ഓൺ ഓഫ് ദീസ് നൈറ്റ്സ് എന്നുള്ള സോങ്, അത് ഡോൺ ഹെൽഡേ എന്ന് പറഞ്ഞ സിംഗറാണ്. അങ്ങനെ പിന്നെ ഫിൽ കോളിൻസ് ഉണ്ട്, ജെനസിസ്. അങ്ങനെ വൈഫ് അങ്ങനെ പ്രൊഫഷണലി അങ്ങനെ പാടാറില്ല, ചർച്ച് സോങ്സ് ഒക്കെ. അപ്പോൾ ഒരു ഇഷ്ടമുള്ളൊരു ഹിന്ദി സോങ്? ഞാൻ ഒരു ഹിന്ദി ഇംഗ്ലീഷ് മിക്സ് ചെയ്യാം, ഒറിജിനലും അതിൻ്റെ കോപ്പിയും കൂടെ. ആദ്യം ഹിന്ദി കോപ്പി പാടാം. जब कोई बात बिगड़ जाए
जब कोई मुश्किल पड़ जाए तुम देना साथ मेरा ओ हमनवा. If you miss the train I'm on, you will know that I am gone. You can hear the whistles blow 100 miles, 100 miles, 100 miles, 100 miles, 100 miles. You can feel the rise 100 miles. കഴിഞ്ഞു. Two stanzas are there. അപ്പോൾ ഇങ്ങനെ ഒരു ബാൻഡ് അങ്ങനെയൊക്കെ ഫോം അങ്ങനെ എങ്ങനെയാ അത് അതിനോട്? ആക്ച്വലി ഒരു ഏർലി 90s എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. പെട്ടെന്ന് ചോദിച്ചു നമുക്കൊരു ബാൻഡ് ഫോം ചെയ്യാമെന്ന് ചോദിച്ചിട്ട് 92, 93. അപ്പം ഞങ്ങൾ ഈ കോളത്ത് ചെറിയ ഹോട്ടൽസിൽ ബീച്ച് സൈഡിലുള്ള ഹോട്ടൽസിലൊക്കെ പോയി പ്ലേ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ഞങ്ങളെ ഒരു 3 പീസ് തന്നെ 5 പീസ് ആയി അത്. അങ്ങനെ ഒരു ഗ്രീൻ ഹാർട്ട് എന്നുള്ള ബാൻഡായിരുന്നു ഒരു 94. അപ്പം അങ്ങനെ അതൊരു 10 years ആയപ്പം അത് ബാൻഡ് സ്പ്ലിറ്റപ്പ് ആയി. അപ്പോൾ ബാൻഡിൽ മ്യൂസിക് പാടാൻ വേറെ ആൾക്കാരുണ്ടായിരുന്നു? ഞാൻ തന്നെയാണ്. ഇപ്പം ഞാനിപ്പം ഒരു കോവളം താജ് ഗ്രീൻ കോയിൽ കരിയോക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ ട്രിവാൻഡ്രം ഇവിടെ കവടിയാർ കുറവോണത്തുള്ള ബേക്കേഴ്സ് ഹൗസിൽ ഞാൻ ചെയ്യുന്നത് കരിയോക്കെയാണ്. ലൈവ് അല്ല കരോക്കി ഐപാഡിൽ കരോക്കി. അപ്പോൾ കരോക്കി വെച്ച് ചെയ്യുമ്പോഴാണോ അതോ ലൈവ് ഓർക്കസ്ട്രയിൽ പാടുമ്പോഴാണോ കൂടുതലൊരു അല്ല കംഫർട്ടബിൾ ഫീൽ വരുന്നത്? എന്തായാലും 5 പീസാണ്. നമ്മളെ ഫുൾ ബാൻഡ് വരുമ്പോൾ ഡ്രം, ബേസ്, ലീഡ്, കീബോർഡ് വരുമ്പോൾ ഉള്ളൊരു ബാക്കിംഗ് അത് സംഭവം. പിന്നെ നമുക്ക് ഇപ്പം ഞാൻ അത് യൂസ്ഡ് ആയി. ഇപ്പോൾ ഒരു 3 years ആയിട്ട് ഞാൻ ചെയ്യുന്നത് കരോക്കെയാണ്. അപ്പോൾ കരോക്കയിൽ പാടുമ്പോഴത്തേക്കും നമുക്ക് ഒരു കറക്റ്റ് ഒരു ഫീല് കിട്ടാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു നല്ലൊരു മനസ്സിന് ഫീൽ ചെയ്ത് പാടാൻ പറ്റുന്ന ചില സോങ്സ് ഉണ്ടാവാറില്ലേ? അപ്പോൾ അങ്ങനെ ഏത് സോങ്ങാണ്? ആക്ച്വലി ഇപ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു തോന്നാറില്ല. ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മളൊരു സർവൈവലും കൂടെയാണ് ആക്ച്വലി ഇത്. അപ്പം അതുകൊണ്ട് ഞാനൊരു ഡ്യൂട്ടി ഒരു 3 hours ചെയ്യുന്നു. പിന്നെ റാൻഡമായിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് വരാറുണ്ട്. അങ്ങനെ അപ്പോൾ ജോബും ഈ മ്യൂസിക്കായിട്ട് അങ്ങനെ കമ്പയർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആൾക്കാരിൽ നിന്ന് ഒരു നമ്മൾ പാടുമ്പോഴേക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ കിട്ടിയിട്ടുള്ള ഏത് സോങ് ഉണ്ടോ? കൂടുതലും ഈ നമുക്ക് വരുന്നത് ഈ അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു ഫിൽ കോളിൻസിൻ്റെ സോങ് ഉണ്ട്. അത് കൂടുതലും റിക്വസ്റ്റ് വരുന്നതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ. She goes out to the man on the street. Sir, can you help me? It's cold right, I know where to sleep. There's somewhere you can tell me. He walks on, doesn't look back. He pretends he can hear her. Stars will whistle as he crosses the street. Seems embarrassed to be there. Oh, think twice. It's another day for you and me, paradise. Oh, think twice. It's just another day for you, you and me in paradise. ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും പ്ലേ ചെയ്യാറുണ്ട്? പ്ലേ ചെയ്യാറില്ല. ഇല്ല. മാക്സിമം ടെമ്പോറൈൻ മാത്രം യൂസ് ചെയ്യാറുള്ളൂ. ടെമ്പോറൈൻ ട്രൈ ചെയ്തിട്ടില്ല? ഇല്ല. ട്രൈ ഇഷ്ടമാണ്. ഗിറ്റാർ പ്ലേ ഇഷ്ടമായിരുന്നു. ആക്ച്വലി എൻ്റെ കസിൻസൊക്കെ ഗിറ്റാറിസ്റ്റുകളൊക്കെയാണ്, ബാൻഡിലൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിയൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ ടീനേജ് ടൈമിലൊക്കെ പറയുകയാണെന്ന് 2-3 കോഡൊക്കെ. പക്ഷെ ആ സമയത്തും നമ്മളത് കൂടുതൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ആക്ച്വലി. ഇപ്പോൾ ഒരു ചെറിയ റിഗ്രറ്റ്സ് ഉണ്ട്. പഴയ പോലത്തെ ആ ഒരു ഇത് കിട്ടത്തില്ല ഇപ്പോഴും. നമുക്ക് കോഡ്സ് ഒന്നും മെമ്മറിയിൽ വരത്തില്ല ഇനി. അതെ അതെ. അല്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി എന്താണ് ഇങ്ങനെ മ്യൂസിക് പ്രൊഫഷനായിട്ട് ഇങ്ങനെ അപ്പോൾ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ കിട്ടട്ടെ. ഒത്തിരി വളരെ നല്ല ഒരു മ്യൂസിഷ്യനായിട്ട് വരട്ടെ എന്ന് വിഷ് ചെയ്യണു. ഒരു സോങ് കൂടെ പാടിയല്ലോ. അത് ട്രൈ ഹിന്ദി. ഓക്കെ. पल पल दिल
के पास तुम रहती हो जीवन मीठी प्यास, ये कहती हो पल पल दिल के पास तुम रहती हो। हर शाम आँखों पर तेरा जल लहराए, हर रात यादों की बारात ले आए। मैं सांस लेता हूँ तेरी खुशबू आते हैं, एक महका महका सा पैगाम लाते हैं। मेरे दिल की धड़कन भी मेरी गीत गाती है, पल पल दिल के पास तुम रहती हो।